ഹാലിയ സ്വത്രം. ഞാൻ ഹാലിയ സ്വത്രം വചന പഠനത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാന്റെ ഒന്നാം ലേഖനമാണ്. എന്നാൽ അതിൻ്റെ 2-3 ലേഖനത്തെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് ഇപ്പം ബ്രദർ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. 5 പുസ്തകങ്ങൾ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം അപ്പോസ്തലനായ യോഹന്നാനാണ് 5 പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് അദ്ദേഹം എഴുതിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു സുവിശേഷം, 3 ലേഖനം, ഒരു വെളിപ്പാട് പുസ്തകം. അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സുവിശേഷം, 3 ലേഖനങ്ങൾ, ഒരു വെളിപ്പാട്, അങ്ങനെ 3ഉം 2ഉം 5 പുസ്തകങ്ങൾ. നമുക്കറിയാം ചരിത്രം, ഹിസ്റ്ററി, അതാണ് നമുക്കറിയാവുന്ന സുവിശേഷം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രത്തെക്കുറിച്ച്, താൻ ഒരുമിച്ച് നടന്നത്, താൻ ഒരുമിച്ച് നിന്നത്, കണ്ടത് ഒക്കെയുള്ള ഒരു ചരിത്രമാണ് സുവിശേഷം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് ഹിസ്റ്ററിയാണ്. അത് ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പിന്നെ 2 ഉപദേശം, എങ്ങനെയാണ് ഒരു ദൈവസഭയിലായിരിക്കേണ്ടത് എന്ന് ഉള്ള ഉപദേശം. അതിന് എക്സാമ്പിളായിട്ടുള്ള കാര്യം നമുക്ക് കാണുവാൻ 3-ാമത്തെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 2-ാമത്തെ ലേഖനത്തിൽ നമ്മൾ ഒരു മാന്യ വനിതയ്ക്ക് എഴുതുമ്പോൾ 2-ാമത്തെ പ്രിയ ഗായോസിന് എഴുതുന്നു. അതിനകത്ത് എക്സാമ്പിളായിട്ട് നമുക്കൊരു ദൈവസഭയിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ കുറിച്ച് നമുക്ക് കാണും. അപ്പോൾ 5 പുസ്തകത്തിനകത്ത് 1 ഹിസ്റ്ററി, അത് യോഹന്നാന്റെ സുവിശേഷം. ഉപദേശമാണ് ബാക്കി 3 ലേഖനങ്ങൾ. പ്രവചനം, ഈ 3 പുസ്തകങ്ങൾ, ഇല്ലെങ്കിൽ പ്രവചന പുസ്തകം. പുതിയ നിയമത്തിൽ ഒരു പ്രവചന പുസ്തകം ഉണ്ടെങ്കിൽ അത് വെളിപ്പാട് പുസ്തകമാണ്. അതും യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചതായിട്ട് കാണുവാൻ കർത്താവായ യേശു ക്രിസ്തു അവന് യോഹന്നാനെ വെളിപ്പെടുത്തിയത് താൻ എഴുതിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ 5 പുസ്തകങ്ങൾ എഴുതിയ യോഹന്നാന്റെ ലേഖനം നമുക്കറിയാം. 3-ാം അധ്യായത്തില് 3-ാം ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യോഹന്നാന്റെ ലേഖനം 3-ാം ലേഖനത്തിൽ നമുക്ക് 3 വ്യക്തികളെ കാണുക. ഒന്ന് ഗായോസ്, ഒന്ന് ദെമത്രിയോസ്, ഒന്ന് ദേഫത്രോസ്. ദെമത്രിയോസും ദേഫത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമുക്കറിയാം ഈ ദേഫത്രോഫസ് താന് ദൈവസഭയിൽ, ദേഫത്രോഫസിന്റെ അപ്പോസ്തലൻ യോഹന്നാൻ വളരെ കഠിനമായിട്ട് ശാസിക്കുന്നത് കാണുവാൻ കഴിയും. കാരണം അപവാദം പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ ദൈവ മക്കളെ അപവാദം പറഞ്ഞുകൊണ്ട് അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് ദേഫത്രോഫസിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ വളരെ മാതൃകാപരമായി അതിഥി സൽക്കാരം കഴിക്കുന്ന ഗായോസിനെ താന് 2 പേരുടെ എതിരായിട്ട് ഒരാൾ നോക്കണം. ഒരു ദൈവസഭയിൽ തന്നെ 2 പേര് 3 പേരും ഉള്ളത്. 2 പേര് നല്ല രീതിയിൽ നടക്കുന്ന ആൾക്കാർ. അതായത് ഗായോസ്, അതിഥി സൽക്കാരപ്രിയനായ ഗായോസ്. 2-ാമത്തെ സത്യത്തിൽ നടക്കുകയും ഉത്തമ ക്രിസ്തീയ ജീവിതം നടത്തുകയും ചെയ്യുന്ന ദെമത്രിയോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമുക്കൊരു കാര്യം നമ്മൾ ചിന്തിക്കണം ദൈവമക്കളെ. ദെമത്രിയോസ് താൻ ഉത്തമ ക്രിസ്തീയ വിശ്വാസത്തിൽ സത്യത്തിൽ നടക്കുന്നു എന്ന് പലരും തന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. നമ്മുടെയൊക്കെ സാക്ഷ്യം എന്തോ? നമ്മൾ എഴുന്നേറ്റ് നമുക്ക് പനിയാണ്, നമുക്ക് വിട്ടുമാറാത്ത തലവേദനയാണ്, അതൊക്കെയാണ് നമ്മുടെ സാക്ഷ്യം. പക്ഷെ ഒരു ദൈവ പൈതലിനെ യഥാർത്ഥമായി സാക്ഷ്യം എന്ന് പറയുന്നത്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് യഥാർത്ഥമായിട്ട് സാക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ എന്താ അവിടെ പറയുന്നത്? താൻ സത്യത്തിൽ നടക്കുന്നു. അതുകൊണ്ട് ഹാലിയ സ്വത്രം. നമുക്കറിയാം 3-ാമത്തെ വാക്യം എനിക്ക് കഴിഞ്ഞ ദിവസം കഥാനുദാസൻ പറഞ്ഞത് 11-ാമത്തെ, പ്രിയനെ നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടേയില്ല. നോക്കിയേ, നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളതാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുള്ളവനാണെങ്കിൽ തിന്മ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 12:21 നമ്മൾ വായിക്കുന്നത്, തിന്മയോടെ തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നോക്കിക്കോണേ, തിന്മയോടെ തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് പൗലൂസ് അവിടെ പറയുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ പറയുന്നത് എന്താണ്?
നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിന്നതാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടേയില്ല. അപ്പോ നോക്കിക്കോണേ, ദെമത്രിയോസിനെ എല്ലാവരാലും, ഒരാളല്ല, അവിടെ 12-ാമത്തെ വാക്യം പോലെ ദെമത്രിയോസിന് എല്ലാവരാലും സത്യത്തിൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്, ഞങ്ങളും സാക്ഷ്യം പറയുന്നു. അപ്പോ ഒരു ദൈവത്തിന്റെ സാക്ഷിയായി നടക്കുന്നത് തന്നെ വലിയൊരു ക്രിസ്തീയ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് ദൈവമക്കളെ. ഹാലിയ സ്വതന്ത്രം. അപ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ 3 പേരെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നു. ഞാനത് അവിടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 3 പേരെ നമുക്ക് ദെമത്രിയോസും ദിയത്രോഫോസിനെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഗായോസിനെയും കാണുവാൻ കഴിയുന്നു. ഇവിടെ 2-3 യോഹന്നാന്റെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ 2-ാം യോഹന്നാൻ ലേഖനത്തിൽ നമുക്ക് കാണും, അതിസൽക്കാരും വിവേകത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് യോഹന്നാൻ പറയുകയാണ്. ദുരുപദേശകന്മാരെ അകറ്റി നിർത്തണം. യോഹന്നാൻ 2-ാം ലേഖനത്തിൽ പറയുന്നു, ദുരുപദേശകന്മാരുടെ പ്രവൃത്തികളെ തുറന്നു കാണിക്കുന്ന ഒരു ലേഖനം കൂടിയാണ് 2-ാമത്തെ ലേഖനം. 3 കാര്യം: അതിസൽക്കാരത്തെ വിവേകത്തോടെ കൈകാര്യം ചെയ്യണം. എല്ലാവരെയും പിടിച്ച് വീട്ടിൽ കയറ്റി പിന്നെ ഇല്ലാരണ്ട് പറഞ്ഞ പോലെ പിന്നെ ആകെ കുളവാക്കുന്ന ഒരു രീതിയിലേക്ക് പോകും, ഇല്ലേ? നമ്മള് ഫുഡും കൊടുത്തു, അതിസൽക്കാരം എല്ലാം ചെയ്തിട്ട് പിന്നെ അതെന്ത് ചെയ്യും? അത് നമുക്ക് തന്നെ ഭാര്യയാകുന്ന ഒരു രീതിയിലേക്ക് പോകരുതെന്നാണ് യോഹന്നാൻ അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിയോണേ, ദുരുപദേശകന്മാരെ അകറ്റി നിർത്തണം. അതുപോലെ ദുരുപദേശകന്മാരുടെ പ്രവൃത്തികളെ തുറന്നു കാണിക്കണം. അത് കണ്ടിട്ട് നിങ്ങൾ എന്താ അത് പോട്ടെ, സാരമില്ല, ഇല്ലേ? നമ്മുടെ ഉള്ള ഒരു ഏറ്റവും കുഴപ്പമെന്ന് പറഞ്ഞാൽ, ചെറിയ പാവമായാലും വലിയ പാവമായാലും, ചെറിയ പാവമാണെങ്കിൽ അത് പാപമല്ല എന്ന് നമ്മൾ പറയും, അല്ലേ? അത് സാരമില്ല, അത് പുള്ളിയുടെ സ്വഭാവമല്ലേ, അത് കുറച്ച് മാറിക്കോളും. എന്നാ മാറുന്നത്? മാറുവാണെങ്കിൽ ദൈവമക്കളെ, അല്ലേ സ്വത്ര, അത് നമ്മുടെ ജീവിതത്തെ മാറ്റം, സമൂലമായ മാറ്റമാണ് വേണ്ടത്. ആ സമൂലമായ മാറ്റം വരുന്നില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതം ധന്യമായൊരു ജീവിതമാണെന്ന് നമുക്ക് പറയുവാനൊക്കത്തില്ല. സാക്ഷ്യം, നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ പ്രധാനമുള്ളതാണ്. നോക്കിക്കൊണ്ടേ, യോഹന്നാൻ 3-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നു, അതിഥി സൽക്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ശുശ്രൂഷക്കാരെ സ്വീകരിക്കുകയും സഹായിക്കുവാനും ഉപദേശിക്കുന്ന 3-ാമത്തെ ലേഖനം സത്യത്തിന് കൂട്ടുവേലക്കാരനാകുവാൻ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ 3 കാര്യത്തെക്കുറിച്ച് ഒരു താരതമ്യം ചെയ്യുമ്പോൾ, ഈ 2 ലേഖനത്തെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ഇനിയും യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിലേക്ക് കടന്നു വരാം. 1-ാമത്തെ ലേഖനം എനിക്ക് തോന്നുന്നൊരു ഇൻട്രൊഡക്ഷൻ തന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ 1-ാമത്തെ ലേഖനം എഴുതിയ സ്ഥലം AD 90 എഫെസോസിൽ വെച്ചാണ്. എല്ലായിടത്തുമുള്ള വിശ്വാസികൾക്കാണ്. അതിനൊരു മുഖവുരയോ അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ലല്ലോ. 1-ാമത്തെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒന്നുമില്ല. ആദിയിലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ഇപ്പോ നമുക്ക് കാണുവാൻ AD 90 എല്ലായിടത്തുമുള്ള വിശ്വാസികൾക്ക് എഴുതിയിരിക്കുന്നു. ഇത് പിന്നെ എഫെസോസിലുള്ള വിശ്വാസികൾക്കാണ് എന്നും പറഞ്ഞ് നമ്മൾ മാറിയിരിക്കേണ്ട. ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടി എഴുതിയിട്ട് ഉള്ള ഒരു ലേഖനമാണ് യോഹന്നാന്റെ 1-ാം ലേഖനം. AD 90 62-ാമത്തെ പുസ്തകം, 5 അധ്യായം മാത്രമുണ്ട്, 105 വാക്യങ്ങൾ. ഇനിയുള്ള ദിവസങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അന്നേരം അത് നമുക്ക് ഹൃദയസ്ഥമാക്കണം. AD 90 62-ാമത്തെ പുസ്തകം, 5 അധ്യായമുള്ള 105 വാക്യമുള്ള, വളരെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർക്കാം. പക്ഷെ ഇത് പഠിക്കണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ആ 105 വാക്യങ്ങൾ. അതുകൊണ്ട് ഞാൻ മുഴുവൻ ഇങ്ങനെ പോവാൻ ആഗ്രഹിക്കുന്നില്ല. 105 വാക്യങ്ങളുള്ള ഈ 5-ാമത്തെ ഇല്ലെങ്കിൽ ആദ്യത്തെ ലേഖനം യോഹന്നാന്റെ സ്വതന്ത്രം, അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക, ദുരുപദേശകന്മാരെ ഖണ്ഡിക്കുക. AD 90 ആയപ്പോഴേക്കും സഭയിലേക്ക് ദുരുപദേശകന്മാർ, തത്വചിന്തകൾ ക്രിസ്തീയ ഉപദേശത്തിൽ സ്വാധീനം ചെലുത്തുവാൻ തുടങ്ങി. നോക്കിയോണേ, AD 90 ആയപ്പോഴത്തേന് ഒരുപാട് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പണ്ട് ഓർത്തഡോക്സിൽ ഒക്കെ പാടിക്കൊണ്ട് പലതരം ഉപദേശങ്ങളാകോ ഭാരിൽ വരച്ചു പരക്കുന്നു, ദൈവത്തിന് ഉപദേശം താൻ അവസാനിപ്പാൻ യോഗ്യൻ എന്നൊക്കെ പറഞ്ഞ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക,
ദൈവമക്കളെ, പല പല ഉപദേശങ്ങൾ ദൈവസഭയിൽ കടന്നു വരാം. പക്ഷെ അതിന്റെ ഉപദേശം ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദൈവവചനത്തിൽ കൂടെ നമ്മൾ കടന്നുപോയാലേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പോ ആ ഉപദേശത്തിനനുസരിച്ച് നമുക്കൊരു ജീവിതം വേണം. എന്തിനാണ് ഈ ലേഖനമൊക്കെ എഴുതിയത്? ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടാണ്. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളോട് പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. അതിന്റെ 1:4 പറയുന്നു, എന്തിനാ ഇതിന്റെ ആ എഴുതിയതെന്ന് പറയുന്നത്, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. നോക്കണേ, ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ അവിടെ കാണുന്നത് എന്താണ്, അതിന്റെ 2:1 നമ്മൾ വായിക്കും. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. 1, അതിന്റെ 4-ാമത്തെ വാക്യം പറയുന്നു, നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. 2, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു. ഇപ്പൊ നോക്കണേ, ഇത് പാപം ചെയ്യാതിരിക്കുവാൻ, പാപമാണോ അല്ലയോ എന്ന് എങ്ങനെ നമ്മൾ അറിയുന്നത്? അത് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാ പാപങ്ങൾ. അന്നേരം ഇത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലേഖനങ്ങളൊക്കെ നാം പഠിക്കണം. 2:7 നോക്കി, പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്ക് എഴുതിയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പോൾ നോക്കിയേ, അവിടെ പറയുകയാണ്, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന. പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ, ഈ വചനമാണ് ആല്യസുത എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കിക്കോണേ, ഇവിടെ യോഹന്നാൻ ഈ ലേഖനം എഴുതി, ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയ അന്നത്തെ സഭയിൽ ജ്ഞാനവാദം, അതും ഞാനൊന്ന് പറഞ്ഞിട്ടാണ് പോയത്. ജ്ഞാനവാദം, ഡോസ്റ്റിക് വാദം, നോസ്റ്റിക് വാദികൾ, സെറന്തീസ് എന്ന ചിന്താഗതികൾ, അതായത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഉള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു AD 90 ഈ സഭയിൽ അനേക ദുരുപദേശം കടന്നു വരുവാൻ കഴിയും. എന്തോ ഈ ജ്ഞാനവാദം എന്ന് പറയുന്നത്? ദൈവം പരിശുദ്ധനാണ്, ലോകം വേൾഡ് അൺഹോളി. അതായത് ദൈവം മാത്രം പരിശുദ്ധൻ, ലോകം മുഴുവൻ അൺഹോളിയാണ്. അപ്പോ ആകയാൽ ദൈവത്തോട് മനുഷ്യന് നേരെ ബന്ധപ്പെടുവാൻ കഴിയുന്നതല്ല, അതിനൊരു ദൂതന്മാർ മധ്യസ്ഥരായി വേണം എന്ന് പഠിപ്പിക്കുന്ന ജ്ഞാനവാദക്കാർ. അതിന് നിഗൂഢ ജ്ഞാനം ആവശ്യമാണ്, ഈ ജ്ഞാനമില്ലാത്തവർക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയത്തില്ല എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പീര് ആ കാലഘട്ടത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരു കൂട്ടർ. അതാണ് ജ്ഞാനവാദം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നോസ്റ്റിക്കുകൾ എന്താ പറയുന്നത്? യേശുക്രിസ്തു ജഡത്തിൽ നിന്ന് വന്നവനല്ല, യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ നിഷേധിക്കുന്ന, പ്രവർത്തികൾ ആത്മാവിനോട് ബന്ധപ്പെടാതിരിക്കുന്നത് കൊണ്ട് പാപം എന്ന് ഒന്ന് ഇല്ല എന്ന് നോസ്റ്റിക്കുകൾ. ഇപ്പൊ എന്തും ചെയ്യാം അല്ലേ? പ്രവർത്തികൾ ആത്മാവിനോട് ബന്ധപ്പെടാത്തതിനാൽ നമ്മുടെ പ്രവർത്തികൾ ആത്മാവായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. മനസ്സിലായോ? അപ്പോ പാപം എന്ന് ഒന്നില്ല എന്ന് നോസ്റ്റിക്കുകൾ വാദിച്ചു. അവരെ എന്താണ് വിളിച്ചത്? യോഹന്നാൻ 2-ാം ലേഖനത്തിന്റെ 1:7 വായിക്കുമ്പോൾ അവിടെ നമ്മൾ നേരത്തെ പഠിച്ചതായി, എന്നാലും നമുക്ക് നല്ല ഈ ഓർമ്മ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയുകയാണ്. 7-ാമത് പറയുന്നു, യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് വിശ്വസിക്കാത്ത വഞ്ചകർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നവരോ. ആ വഞ്ചകനും എതിർക്രിസ്തുവും ഇങ്ങനെയുള്ളവരാ. നോക്കണേ, ആ കാലഘട്ടത്തിൽ നോസ്റ്റിക്കുകാർ പറയുകയാണ്, അങ്ങനെയുള്ള വഞ്ചകന്മാർ, ക്രിസ്തു കേവലം അടുത്ത ഒരു ഗ്രൂപ്പാണ് ഡോസ്റ്റിക് എന്ന് പറയുന്നത്, ബഹുദൈവവാദികൾ. അതായത് ക്രിസ്തു വെറും ഒരു മായാ കാഴ്ചകൾ മാത്രമായി എന്ന് പഠിപ്പിക്കുന്നു. അതായത് ഒരു ഇൻവിസിബിൾ ക്യാരക്ടർ എന്ന് നമുക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുന്ന മായാ കാഴ്ചകൾ. മനസ്സിലായോ? സെറന്തിസ് എന്ന് പറയുന്ന കൂട്ടര് ക്രിസ്തുവിനെയും യേശുവിനെയും രണ്ടായി ചിന്തിക്കുന്നവർ.
യേശു ഒരു സാധാരണ മനുഷ്യരായിരുന്നു, എന്നാൽ സ്നാനമേറ്റ സമയത്ത് പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നു എന്നാൽ ക്രൂശ് മരണത്തോടെ ആത്മാവ് തന്നെ വിട്ടുപോയി എന്ന് പഠിപ്പിക്കുന്ന സെറന്തിസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇപ്പൊ നോക്കണേ, ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ദൈവസഭയിൽ കയറി വന്ന് ദൈവസഭയിൽ കലക്കമുണ്ടാക്കുവാൻ നോക്കിയപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ, ക്രിസ്തുവിനെ മഹത്വം ദർശിച്ച യോഹന്നാൻ പറയുകയാണ്, വേറെ ആരുമല്ല ഇത് പറയുന്നത്. മത്തായി 17:1 നമുക്ക് കാണുവാൻ കഴിയുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാനും ഒരു മലയിലേക്ക് കടന്നു. നമുക്കറിയാം, മറുരൂപ മലയിലേക്ക് കടന്നുപോയി. ആ മലയിൽ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ട, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച, അവന്റെ ആ ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് യേശു ദൈവപുത്രനായി ക്രിസ്തുവാകുമെന്ന് സ്ഥാപിക്കുവാനാണ് ഈ ലേഖനം എഴുതിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കിയേ, അതുകൊണ്ട് രണ്ടാമത്തെ ലേഖനത്തിന്റെ 3-ാമത്തെ വാക്യം അവിടെ എന്തോ പറയുന്നത്? പിതാവായ ദൈവത്തിൽ നിന്നും പിതാവിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും സ്നേഹത്തിലും സത്യത്തിലും കൃപയും കനിവും സമാധാനവും നമ്മോട് കൂടെ. നോക്കണേ, പിതാവായ ദൈവത്തിൽ നിന്നാണ് പിതാവിന്റെ പുത്രനായ യേശുക്രിസ്തു. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഈ പറയാൻ കാരണം എന്തെന്നറിയാമോ? ഈ പറഞ്ഞ ഗ്രൂപ്പുകാർ, നോസ്റ്റിക്കുകളോ ജ്ഞാനവാദികളോ സെറന്തിസ് ഡോസ്റ്റിക്കോ, ഇതൊന്നും മായാക്കാഴ്ചയല്ല ദൈവമക്കളെ. ഇത് യഥാർത്ഥമായി ഞങ്ങൾ കണ്ട ക്രിസ്തു, ഇല്ലേ? മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവിടെ യേശു തൻ്റെ മറുരൂപമലയിലേക്ക് തൻ്റെ മുഖം ശോഭ പോലെ മാറുന്നത് ആര് കണ്ടു? യോഹന്നാൻ കണ്ടു. ആ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് എഴുതുന്നൊരു ലേഖനമാണ് ഇത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ പറയുന്നു, 6 ദിവസം കഴിഞ്ഞ യേശു പത്രോസിനെയും യാക്കോബിനെയും തൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി താൻ തനിച്ച് ഒരു മലമേൽ പോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ പറയുകയാണ്, നമുക്കവിടെ യോഹന്നാനും പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്, അല്ലേ? 17-ാം അധ്യായത്തിൽ നമുക്ക് പറയുന്നു, നിനക്ക് സമ്മതമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരിപാടി നല്ലതാണെന്നൊക്കെ പത്രോസ് പറയുന്നുണ്ട്. പക്ഷെ പത്രോസിന് അറിയത്തില്ലല്ലോ കർത്താവ് വന്നത് എന്തിനാണെന്നും. അല്ലെ, പത്രോസിന് അറിയാമെങ്കിലും താൻ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സംഭവമായത്, അല്ലേ? ഹാല്യ സ്തോത്രം എന്ന് നമുക്ക് അപ്പോ അവിടെ പറയുന്നു, അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു. അപ്പൊ അങ്ങനെ കണ്ടൊരു മനുഷ്യനാ എഴുതുകയാണ്. അവിടെ പറയുന്നത് എന്തുവാ? അവിടെ പറയുന്നു, ഒരു പിതാവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതുന്ന പോലെ ഒരു കത്ത് പോലാണ് ഈ ലേഖനം എഴുതുന്നത്, അല്ലേ? ഒരു പിതാവും കുഞ്ഞുങ്ങളും തമ്മിലുള്ളൊരു ഉറ്റ ബന്ധത്തിൽ ഇവിടെ ദൃശ്യമാക്കുവാൻ കഴിയുന്നു. നോക്കിക്കോണേ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാ ഈ യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം നമുക്ക് പിന്നീട് കടന്നു വരാം. എന്നാലും ഞാനൊന്ന് പറയുകയാണ്, യോഹന്നാൻ പറയുകയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട്, വേറെ ആരുമല്ല, ഞങ്ങൾ കേട്ട അവന്റെ ഓരോ വാമൊഴിയും ഞങ്ങൾ കേട്ടതാ, സ്വന്തം കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതാ, ഞങ്ങൾ നോക്കിയതാ, ഞങ്ങളുടെ കൈ തൊട്ടതാ. നിങ്ങൾ പറയുന്ന പോലെ മായാക്കാഴ്ചയല്ലിത്. നിങ്ങൾ പറയുന്നത് പോലെ ഈ ദുരുപദേശം വന്ന ദൈവസഭയോട് പറയുകയാണ്, ദുരുപദേശത്തിൽ കൂടെ കടന്നു പോകരുതെന്ന് പറയുവാൻ എഴുതിയ കാര്യം. ഞങ്ങളിത് കണ്ടതാ, ഞങ്ങളിത് തൊട്ടതാ. നോക്കിക്കോടെ, ഹാല്യ സ്തോത്രം. അങ്ങനെയുള്ളൊരു ഹാല്യ സ്തോത്രം ഒരു കാര്യമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നു. ഈ ഡോസ്റ്റിക്കുകളോടോ നോസ്റ്റിക്കുകളോടോ ദൈവം കർത്താവായി യേശു ക്രിസ്തു ജഡത്തിൽ അവതരിപ്പിച്ചില്ല എന്ന് പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു. ഹാല്യ സ്തോത്രം. ദൈവമക്കളെ, ഹാല്യ സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം ഹാല്യ സ്തോത്രം നാം പഠിക്കുമ്പോൾ ഹാല്യ സ്തോത്രം, അതുകൊണ്ടാണ് ഇത് എഴുതിയത്. യോഹന്നാന്റെ സുവിശേഷം എഴുതിയത്
എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ വാക്യം പറയുകയാണ്, ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ് സുവിശേഷം എഴുതിയത്. മനസ്സിലായോ? താൻ ലേഖനം എഴുതിയത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടത് അവർ അറിയേണ്ടതിന്. 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കിയേ, 5:13 ഒന്ന് വായിക്കാമോ? 5:13 10 വാക്യങ്ങൾ. 1 യോഹന്നാൻ 5 ഞാൻ പറഞ്ഞു, നിങ്ങൾ മറന്നു പോകരുത്. യോഹന്നാൻ സുവിശേഷം എഴുതിയത് ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അന്നേരം നമുക്ക് അതൊന്നും മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം ഒരിക്കലും മറക്കരുത്. എന്തിനാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയെന്ന് അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. നോക്കിക്കോണേ, ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിന് എന്ന് ആണ് സുവിശേഷം എഴുതിയെങ്കിൽ ലേഖനം എഴുതിയ എന്തിനാണെന്നറിയാമോ? ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ടെന്ന് അറിയേണ്ടതിന്. 5:13 1 യോഹന്നാൻ 5:13 ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. നോക്കിക്കോണേ, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ സാക്ഷ്യം 13-ാമത്തെ ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു. നോക്കിക്കോണേ, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്. അപ്പോ ലേഖനം എഴുതിയത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് അറിയേണ്ടതിനാണ്. അതിന്റെ 10-ാമത്തെ വാക്യം നോക്കി, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ സാക്ഷ്യമുണ്ട്, ഇല്ലേ? നിത്യജീവനുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഉള്ളിൽ സാക്ഷ്യമുണ്ടെങ്കിൽ, 10-ാമത്തെ വാക്യം പറയും, നിങ്ങൾക്ക് ഉള്ളിൽ സാക്ഷ്യം ഉണ്ടെങ്കിൽ, അവന്റെ ഉപദേശത്താൽ തിട്ടമുണ്ടെങ്കിൽ. അതിന്റെ 2:27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യോഹന്നാൻ 2:27 വായിക്കുമ്പോൾ, അവനിൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു എന്ന് ആരും നിങ്ങൾക്ക് ഉപദേശിക്കാൻ ആവശ്യമില്ല. നോക്കിക്കോണേ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു എന്ന് ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മനസ്സിലായോ? ഈ ലേഖനം എഴുതുവാൻ കാരണം അതിന്റെ 2:10 സഹോദരനെ അവിടെ പറയുന്നുണ്ട്. 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യങ്ങളും നമുക്ക് പറയുന്നു. ദുരുപദേശകന്മാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമാണ് ഈ ലേഖനത്തിൽ കൂടെ നമ്മളോട് പറയുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ ലേഖനം നമുക്കറിയാം. യോഹന്നാന്റെ ലേഖനം അങ്ങനെ തിരുവഴുത്തിലേക്ക് ഇല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം ഒരു വിശ്വാസിയെ പിതാവിന്റെ ഭവനത്തിന്റെ പടിവാതിക്കൽ എത്തിപ്പിക്കുമ്പോൾ യോഹന്നാന്റെ ലേഖനം അവനെ ഒരു ഭവനത്തിന് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു ലേഖനമാണ് യോഹന്നാന്റെ ലേഖനം എന്ന് നമുക്ക് കാണുവാൻ കഴിയുക. യോഹന്നാന്റെ സുവിശേഷം വിശ്വസിക്കുക എന്ന പദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് രണ്ടുകൂടെ താരതമ്യം ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് പഠിക്കുവാൻ കഴിയുന്നു. ഇപ്പൊ നോക്കണം, അവിടെ പറയുകയാണ് യോഹന്നാന്റെ സുവിശേഷം ഒരു വിശ്വാസിയെ പിതാവിന്റെ ഭവനത്തിന്റെ പടിവാതിക്കൽ വരെ എത്തിക്കുമ്പോൾ യോഹന്നാന്റെ ലേഖനം അവനെ ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു ഭവനത്തിൽ കയറുന്നതിന് മുമ്പ് ഒക്കെ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്ത് ചെയ്തു? യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം. എന്നാൽ ആ ഭവനത്തിനുള്ളിൽ എന്താണുള്ളത് എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തില് നിങ്ങൾ വിശ്വസിക്കുക എന്ന ഒരു പദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് യോഹന്നാൻ എഴുതുന്നത്. എന്നാൽ ലേഖനത്തിൽ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ അറിയുക. യോഹന്നാന്റെ ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാനത് കുറേ കഴിഞ്ഞ ദിവസം ഇരുന്ന് അണ്ടർലൈൻ ചെയ്തു. എന്താ? നിങ്ങൾ അറിയണം. എന്തോ അറിയേണ്ടത്? നിങ്ങൾക്ക് നിത്യജീവനെ നിങ്ങളോട് അറിയിക്കണം. 2-ാമത്തെ വാക്യം 1:2 പറയുന്നു, ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ള ഞങ്ങളോട് തന്നെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്
നിങ്ങളോട് അറിയിക്കുന്നു. അഞ്ചാമത്തെ വാക്യം പറയുന്നു, ഞങ്ങൾ അവനോട് കേട്ടു നിങ്ങളോട് അറിയിക്കുന്നു. നോക്കണേ, അറിയിക്കുന്നു എന്ന് ആവർത്തിച്ച് അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ എന്ന് പറയുന്നു. അപ്പോൾ അവനെ അറിഞ്ഞിരിക്കുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നു, അവൻ നടക്കേണ്ടതുപോലെ നടക്കേണ്ടതാകുന്നു. പിതാക്കന്മാരെ, ആദിയിൽ, അത് 2:13 പറയുന്നു, ആദിയിലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അറിയുക എന്നുള്ള ഒരു പദമാണ് യോഹന്നാന്റെ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നു. മനസ്സിലായോ? പിതാക്കന്മാരെ, ആദിയിലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. നോക്കിയേ, അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ള, വിശ്വസിക്കുക എന്നുള്ള പദത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ യോഹന്നാന്റെ ലേഖനത്തിൽ നിങ്ങൾ അറിയണം. എന്താ നിങ്ങൾ അറിയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. സ്വത്രം നിങ്ങൾ അറിയണമെന്നാണ്. ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യമാണ് ഒന്നാമത്തെ ലേഖനം. നോക്കിക്കോണേ, ഒന്നാമത്തെ ജീവന്റെ ആരംഭം, അതായത് ആദിയിലുള്ളതും. നോക്കണേ, ആദിയിലുള്ളത് തിരുവെഴുത്തിൽ നമുക്ക് എവിടൊക്കെ കാണാം? ഉൽപ്പത്തി 1:1 ആദി, പ്രപഞ്ചത്തിന്റെ ആരംഭത്തെ കുറിച്ച് പറയുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 1:1 അല്ലേ? ആദിയിലുള്ളത് അത് പ്രപഞ്ചത്തിന്റെ ആരംഭത്തെ കുറിച്ച് പറയുന്നു. എന്നാൽ യോഹന്നാൻ 1:1, അതായത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും അവിടെ എന്തോ നമുക്ക് കാണുവാൻ കഴിയുന്നത്? അവിടെയും കാണുന്നത് ആദിയിലുള്ള, ആരംഭമില്ലാത്തൊരു ആദിയെ കുറിച്ച് കാണുവാൻ കഴിയുന്നില്ലേ? യോഹന്നാൻ 1:1 വായിച്ചേ. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇല്ലേ? ആരംഭത്തിന് മുമ്പുള്ള ഒരു ആദി, നിത്യപൂർവ അസ്തിത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഇന്നലെ ഉണ്ട്. ചിലർ പഠിപ്പിക്കുന്നുണ്ട് 2000-3000 വർഷം കൊണ്ടാണ് ഭൂമി ഉണ്ടായത്, 6000 വർഷം കൊണ്ടാണ് ഭൂമി ഉണ്ടായത്. അല്ല, ഇതിന് ഒരു അനാദിയുണ്ട്, അല്ലേ? ആ വാക്യം ഒന്ന് വായിച്ചേ ഒന്നുകൂടെ. ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു. ദൈവം വചനത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. നോക്കണേ, കർത്താവായ യേശുക്രിസ്തുവിനെ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. നോക്കിയേ, അവിടെ രണ്ടാമത്തെ ആദി, ആരംഭമില്ലാത്ത ആദി. 1 യോഹന്നാൻ 1-ന്റെ ആദി ക്രിസ്തീയ അനുഭവത്തിന്റെ ആരംഭമാണ് അവിടെ കാണുന്നത്. ആദിയിലുള്ളതും ഞങ്ങൾ കേട്ടതും, ഇല്ലേ? അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും ക്രിസ്തീയ. അപ്പോൾ ക്രിസ്തുവിന്റെ ഒരു വ്യക്തമായ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് തന്നെയല്ല, ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ദൈവത്തിന്റെ മക്കളെ, ഇവിടെ പറയുന്നു, നിങ്ങൾ അറിയണം. എന്താ അറിയേണ്ടത്? ഈ ദൈവ വചനത്തെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യം ഞങ്ങൾ കേട്ടതാണ്. അതിന്റെ യോഹന്നാൻ 1-ന്റെ 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നു. ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടത്, നോക്കിയത്, ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടത്. നോക്കിയണേ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉണ്ടായി. അപ്പൊ ജീവന്റെ വചനത്തിന് ഒരു വിശദീകരണം നൽകി ആണ് ഇവിടെ തുടങ്ങുന്നത്, അല്ലേ? ആദിയിലുള്ളതും ഞങ്ങൾ കണ്ടതും. എന്നിട്ട് പറയുകയാണ്, സ്വന്തം കണ്ണുകൊണ്ട് പറയുന്നത് ഡോസ്റ്റിക്കുകാരോടുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഇത് മായാരൂപമല്ല, ഇൻവിസിബിൾ മനുഷ്യനല്ല, ഈ ലോകത്തിൽ ജീവിച്ചൊരു മനുഷ്യനെ കുറിച്ചാണ് ഞങ്ങൾ ഇത് പറയുന്നത്. മനസ്സിലായോ? ഒരു ഭൗമിക ശരീരം ഉണ്ടായിരുന്നു യേശുക്രിസ്തുവിന്. ഇവിടെ യാതൊരു ആശംസകളോ ഒന്നും പറയാതെ തന്നെ ഇവിടെ അങ്ങ് തുടങ്ങുക. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന സ്ഥിരാകേന്ദ്രമായ യേശുക്രിസ്തുവിന്റെ ആളത്വത്തെ കുറിച്ച് ജ്ഞാനവാദികളും ഡോസ്റ്റിക്കും ചെറുക്കുന്നതിന് വേണ്ടി ഇവിടെ എഴുതിയിരിക്കുന്നു. മനസ്സിലായോ? യോഹന്നാൻ 1:18 നമ്മളൊന്ന് വായിച്ചേ. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിരിക്കുന്ന ഏകനായ പുത്രനായ അവനെ വെളിപ്പെടുത്തുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലേ? യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജനനായ പുത്രൻ
അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കിയേ, അപ്പോൾ ദൈവപുത്രനായിട്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനുള്ള സ്വത്രം മനസ്സിലാക്കുവാനുള്ള ഒരു പദവി യോഹന്നാന് ലഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് വിശ്വസിച്ച് പാപികൾ രക്ഷ പ്രാപിക്കേണ്ടതിന് യോഹന്നാൻ താൻ സുവിശേഷം എഴുതിയിരിക്കുന്നു. സുവിശേഷം എഴുതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് നമ്മൾ നേരത്തെ വായിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 30 എന്ന് പറഞ്ഞ് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഞാൻ ഇത് എഴുതിയിരിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ ക്രിസ്തു ദൈവപുത്രന് എന്നറിഞ്ഞ് രക്ഷാനിർണയം ഉള്ളവരാകണമെന്ന് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ രക്ഷിക്കപ്പെട്ടവർ ക്രിസ്തു പുത്രൻ എന്ന രക്ഷാനിർണയം ഉള്ളവരാകേണ്ടതിന് ഈ ലേഖനം എഴുതുക. 1-ാം അധ്യായം 5-13 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ മുമ്പേ വായിച്ചതാ അല്ലേ? ഒന്നുകൂടെ 5-13 പറയുന്നു, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അപ്പോ ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അപ്പോ ഈ അറിവ് മൂലം അപ്പോസ്തലന്മാരുമായി ഒരു കൂട്ടായ്മയുള്ള, ഇല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പിതാവിനോടും ക്രിസ്തുവിനോടും കൂട്ടായ്മയുള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, സ്വത്രം നാം യേശു ക്രിസ്തുവിനോട് കൂട്ടായ്മയുള്ളവരായി ആകേണ്ടതിന് നാം വിളിക്കപ്പെട്ടവരാ, ഇല്ലയോ? യേശു ക്രിസ്തുവിനെ രക്ഷിക്കപ്പെട്ടവർ ക്രിസ്തുവിനോട് കൂട്ടായ്മയിൽ ആകേണ്ടതിന് വിളിക്കപ്പെട്ടവരാ. എവിടാ പറയുന്നത്? 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ എന്ത് പറയുന്നത്? തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം, ഇല്ലയോ? അടുത്ത് വായിക്കുന്നേ, തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്. അപ്പോ ദൈവത്തിന് പുത്രനില്ല എന്ന് പറയുന്നവർക്കൊരു മറുപടിയാ അവിടെ. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം. ആ കൂട്ടായ്മയാണ് അന്യോന്യമുള്ള കൂട്ടായ്മയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആത്മീയ കൂട്ടായ്മ. നമ്മൾ പല കുടുംബത്തിലുള്ളവരായിരുന്നു. എന്നാൽ ക്രിസ്തു യേശുവിന്റെ ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് നമ്മൾ അന്യോന്യം എന്ത് ചെയ്തു? കൂട്ടായ്മയുള്ളവരാ. അന്യോന്യ ബന്ധത്തിൽ നാം ആയിരിക്കേണ്ടത്. നാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മൾ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളല്ലെങ്കിലും ആ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ അന്യോന്യം കൂട്ടായ്മയുള്ളവരാ. അവിടെ ചെറിയവരെന്നോ വലിയവരെന്നോ പണ്ഡിതരോ പാമരോ ഇല്ലെങ്കിൽ ധനികനോ അങ്ങനെ ഒന്നും ഒരു വേറുകൃത്യം ഇല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ കൂട്ടായ്മയിലേക്ക്. എവിടാ? 1 കൊരിന്ത്യർ 1:9 പറയുന്നു, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം. അപ്പൊ അവന്റെ കൂട്ടായ്മയിലേക്ക് നാം സ്വന്തം നമ്മെ വിളിച്ചിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ദൈവമക്കളെ, അവരുടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടതാ, ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിൽ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കൃപയിൽ നാം നടക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ കൂട്ടായ്മയെ ആചരിച്ച് നാം നടക്കണമെന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം പറയുന്നു. 42 മുതൽ 46 വാക്യങ്ങൾ ഒരുമനപ്പെട്ട് അവർ ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇപ്പോ ദുരുപദേശം സംബന്ധിച്ച് മുഖാന്തരം സഭ വിട്ട് പുറത്തു പോകുന്ന വിശ്വാസികളെ കുറിച്ച് ഇല്ലെങ്കിൽ പറയുന്ന ഒരു ജ്ഞാനവാദികളെ ഇല്ലെങ്കിൽ ഡോസ്റ്റിക്വാദികളെ കുറിച്ച് അറിഞ്ഞിട്ട് താനെ ഈ ലേഖനം എഴുതുക ഉണ്ടായി. ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കണ്ടത് സ്വതന്ത്ര ദൈവമക്കളെ അത് തന്നെയല്ല, ദുരുപദേശം മൂലം അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പെന്തിക്കോസ്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട്. താന് നല്ല അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഷിബു പീഡിക്കൽ എന്നാ പുള്ളിയുടെ പേര്. ഞാൻ പേര് പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ പുള്ളി ഇതിൽ നിന്ന് പോയപ്പം എന്ത് ചെയ്യാം നോക്കിക്കോണേ, ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് താന് ദുരുപദേശം മൂലം എന്തും സാൻമാർഗികമായി ഇച്ചിരി കുടിച്ചാലോ, അവര് അച്ഛൻ വന്നിട്ട് അവരുടെ ആദ്യത്തെ യോഗം ഉദ്ഘാടനം ചെയ്തത് തിരുവല്ലായില. അച്ഛൻ വന്നിട്ട് പറഞ്ഞു, മട്ട് വീഞ്ഞു നിറഞ്ഞു കവിയുന്ന ഒരു
ഒരു ഒരു വേദ വചനം എടുത്തുകൊണ്ട് പറഞ്ഞു, മറ്റുള്ളവർക്കും നല്ലത് നമുക്കും കുടിക്കണമെന്നൊക്കെ പുള്ളി പറയുകയുണ്ടായി. മനസ്സിലായോ? അപ്പോ ദുരുപദേശകന്മാർ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോ എന്താ സംഭവിക്കുന്നത്? അവർ സംഭവിക്കുന്നത് അസന്മാർഗിക മാർഗത്തിലേക്ക് അവർ കടന്നു പോകുവാനിടയായി. ഇതിനൊന്നും ഒരു 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 എന്താ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് മാറുവാനിടയായി. പക്ഷേ ദൈവവചനം പറയുന്നു, ഒരുവൻ വെളിച്ചത്തിൽ നടക്കുന്നു ഉണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ദൈവത്തോടും സഹവിശ്വാസികളോടുമുള്ള അവന്റെ കൂട്ടായ്മയാണ് ഒരുവൻ ദൈവത്തോടു കൂടെ നടക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മനസ്സിലായോ? അതിനെക്കുറിച്ചാണ് യോഹന്നാൻ 1:7 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. 1:7 വാക്യം ഒന്ന് വായിച്ച്. 7 വാക്യം പറയുന്നു, അവനിൽ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നോക്കിയേ, നമുക്കൊരു കൂട്ടായ്മ എങ്ങനെ ഉണ്ടാവുന്നത്? അവൻ വെളിച്ചത്തിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ഒരുവൻ ദൈവത്തിന്റെ പൈതൽ വെളിച്ചത്തിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ദൈവത്തോടും സഹവിശ്വാസിയോടും അവനൊരു കൂട്ടായ്മ ഉള്ളപ്പോഴാണ്. സ്വത്രം. അവനെ ഇല്ലാതാക്കാൻ എന്ത് നടക്കുന്നതല്ല ഒരു വിശ്വാസിയുടെ. ഞാൻ ഇന്ന് ഒരു ദൈവ പൈതലിനെ കാണുവാനിടയായി. അന്നേരം ഞങ്ങള് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തില് ഇങ്ങനെ പറയുണ്ടായി, ഈ കാലഘട്ടത്തിൽ ഒരു വല്ലാത്ത രീതിയിൽ പോകുന്ന ഒരനുഭവമാണ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഗ്രൂപ്പുകളുണ്ട്. ഈ കൂട്ടായ്മയ്ക്കകത്തൊരു കൂട്ടായ്മയുണ്ട് കേട്ടോ. സഭയിലെ ഈ സഭയ്ക്കകത്തൊരു കൂട്ടായ്മയുണ്ട്. ആരാ? എല്ലാ ദൈവമക്കളും ഒരുപോലെ ആയിരിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതിനകത്തും ചിലരോടൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മ കൂടി ചിലപ്പോൾ അടിച്ചു പിരിയും. അങ്ങനെ 1-2 ഗ്രൂപ്പിനെ എനിക്ക് നല്ലപോലെ അറിയാം. അവര് ഒരു പാത്രത്തിൽ ഉണ്ണുന്നു, ഒരു പാത്രത്തിൽ ഇരിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ആകെ ഈ കൂടുതൽ ഈ കൂട്ടായ്മ വരുമ്പോ ഉണ്ടല്ലോ, അവിടെ പ്രശ്നമാണ്. അങ്ങനെ സഭ വിട്ടുപോയി. ഇപ്പൊ പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പം IM വിട്ടുപോയാലും പ്രശ്നമില്ല, IPC എടുത്തോളൂ. IPC എടുത്താലും നീ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല. മനസ്സിലായോ? IPC എടുക്കുക, ഇല്ലെങ്കിൽ ഏജിക്കാരെടുക്കും, ഇല്ലെങ്കിൽ ചർച്ചകോടുകാരെടുക്കും. കാരണം ഇവൻ എങ്ങനെ, നമുക്ക് ആളിനെ കൂട്ടിയാൽ മതി. ദൈവമക്കളെ, എവിടാണ് ഇതിന്റെ അടിസ്ഥാനം മറിഞ്ഞു പോയത്? ഇവിടെ പറയുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. ഇല്ലെങ്കിൽ കൂട്ടായ്മ ഇല്ലെന്നാണ് ദൈവവചനം പറയുന്നത്. നമുക്കറിയാം, താൻ ചെയ്തു പോയ പാപത്തെക്കുറിച്ചൊരു ബോധ്യം, ഒരു അനുതാപമില്ലാത്ത ജീവിതം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ കരുണ എന്നും പറഞ്ഞ് പന്നിയുടെ കൂട്ടി എന്നും പോയി ചെളി കാണുമ്പം കറങ്ങി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ എത്ര വചനം കേട്ടാലും ചിലർക്ക് ഇല്ല, മയിൽക്കുറ്റി പോലെ ആയിരിക്കുന്നേ, ഒരു ചലനവും ഇല്ല, അവർക്ക് യാതൊരു മാറ്റവും ഇല്ല. ഇന്ന് രാത്രിയിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വചനം പഠിച്ചതുകൊണ്ടല്ല, വചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കി അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാക്കുന്നത്. അല്ലാതെ ഇത് 119 സങ്കീർത്തനം മനപ്പാഠം പഠിച്ചുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അത് അനുസരിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ പൈതലെ, നമ്മൾ വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും നാം വെളിച്ചത്തിൽ നടക്കാതിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാൻ. ദൈവിക സ്വഭാവത്തിൽ നാം എന്ത് ചെയ്യണം? നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ദൈവിക സ്വഭാവത്തിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. അത് എവിടെ നമ്മൾ വായിക്കേണ്ടത്? അതിവിടെ വായിച്ചിട്ട് നിന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസിന്റെ 1 നിങ്ങൾ ഇന്ന് രാത്രി കേട്ടില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പരമാർത്ഥതയോടെ നടക്കണം, വിവേകത്തോടെ, സമർപ്പണത്തോടെ. യേശു ക്രിസ്തുവിന്റെ ദാസരൂപം, കർത്താവ് ഈ ലോകത്തിലേക്ക് താൻ കടന്നു വന്ന് ദൈവത്തിന്റെ സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത് ഈ മനുഷ്യനായി വിളങ്ങി സകലത്തിലും അവൻ സ്വത്രം താഴ്ന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്ന് നമ്മെ വീണ്ടെടുത്തുവെങ്കിൽ ദൈവമക്കളെ, സ്വത്രം അവന്റെ ആ പരിജ്ഞാനം നോക്കിക്കോണേ.
പത്രോസ് എഴുതിയ 2-ാം ലേഖനം അവിടെ പറയുന്നു, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ നമുക്ക് വിലയേറിയതും അമൂല്യമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ മോഹത്തിലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ കൂട്ടാളികളാകണം. ദൈവിക പദ്ധതിയിൽ, ദൈവിക സ്വഭാവത്തിൽ പങ്കാളികളാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. കർത്താവ് ജീവിച്ചതുപോലെ, കർത്താവ് നടന്നതുപോലെ നമുക്ക് ഒരു 100% ഒന്നും കർത്താവ് നടക്കുന്ന പോലെ നടക്കാൻ ഒക്കത്തില്ല. നമ്മളൊരു ക്രിസ്ത്യ ജീവിതം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ക്രമീകരണം പ്രാപിച്ച് അന്യോന്യം താഴ്മയോടെ, വിനയത്തോടെ, അന്യോന്യം ശ്രേഷ്ഠരെന്നെണ്ണി നാം നടക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ നാം ദൈവങ്ങളെ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം പൂർണ്ണമായിട്ട് ദൈവസ്ഥാനയെ കടന്നു. എന്നാൽ മാനുഷികമായ ചില തെറ്റുകളൊക്കെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവന് കരുണ ലഭിക്കും എന്നും പറഞ്ഞ് എന്നും സെയിം പാപം ചെയ്താൽ എന്ത് ചെയ്യും? എന്നും ഒരേ പാവമാണ് ചെയ്യുന്നത്. ദാറ്റ്സ് നോട്ട് എ കറക്റ്റ്. ഇന്ന് രാത്രി ഓർത്തോണം, ഹാല്യസ്തോത്രം, വിളിച്ചവന്റെ ആ സ്വഭാവത്തിനനുസരിച്ച് നാം മുന്നേറണമെന്നാ പറയുന്നത്, അല്ലേ? നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ പറയുന്നത് നോസ്റ്റിക് ചിന്താഗതിക്കാരാ അവിടെ പറയുന്നുണ്ട്, ഇല്ലേ? നമുക്ക് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പറയുന്നു, ഒരു നാളും ഇടറിപ്പോകാതെ കർത്താവിന്റെ രഹസ്യമായി യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിന് പ്രവേശനം ധാരാളമായി പ്രാപിക്കുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നുവരെങ്കിലും നിങ്ങൾ എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്നതുപോലെ എൻ്റെ ഈ കൂടാരം ഒഴിഞ്ഞു പോകുവാൻ സമയം അടുത്തിരിക്കുന്നു. ഏത് സമയത്ത്, അത് ഇന്ന് ഞങ്ങൾ സംസാരിച്ച് പറയുകയാണ്, ഏത് സമയത്താണ് നമ്മുടെ ജീവിതം പോകുന്നത് നമുക്കറിയത്തില്ല. നമ്മൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, സാഹു പാസ്റ്ററിന്റെ മരുമോന്റെ വിഷയം നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? തൻ്റെ അമ്മായിപ്പനെ എയർപോർട്ടിൽ കൊണ്ടുപോകുന്ന വഴിക്കാണ് താന് എന്ത് ചെയ്തു? രോഗം മൂർച്ഛിച്ച് താന് ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയത്. ഞാൻ പറയുകയാണ്, എൻ്റെ ഈ കൂടാരം ഒഴിഞ്ഞു പോകുവാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുന്ന യുക്തം എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അത് എൻ്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും എന്നവിടെ കാണും. അപ്പോ അവിടെ പറയുന്നു, പാപത്തെ നിഷേധിക്കുന്നതിനാൽ ഉളവാകുന്ന ദോഷകരമായ 4 കാര്യങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താ അത്? അവിടെ നാം നമ്മെ തന്നെ വഞ്ചിച്ചിരിക്കുന്നു. നോക്കിയേ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കും, ഇല്ലയോ? അവർക്ക് സത്യം ഇല്ലാതായിപ്പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു, അല്ലേ? യോഹന്നാന്റെ 1-ാം ലേഖനത്തിന്റെ അതിന്റെ 8-ാമത്തെ വാക്യം, അവിടെ 4 കാര്യം, പാപത്തെ നിഷേധിക്കുന്നതിനാൽ ഉളവാകുന്ന 4 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. എന്തുവാ അതിന്റെ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നു, നമ്മുടെ പാപങ്ങളെ നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാകുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെ പോയി. നോക്കിയേ, അവിടെ പറയുകയാണ്, 1, പാപത്തെ നിഷേധിക്കുന്നതിനാൽ ഉളവാകുന്ന 4 ദോഷങ്ങൾ. 8-ാമത്തെ വാക്യം പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമുക്ക് അവിടെ പറയുന്നു, നമ്മുടെ സത്യം അവിടെ ഇല്ലാതായി പോകുന്നു, ഇല്ലയോ? അവിടെ 8-ാമത്തെ വാക്യം പറയുന്നു, സത്യം നമ്മൾ ഇല്ലാതായി. അവിടെ യേശുവിനെ, അടുത്ത വാക്യം 10-ാമത്തെ വാക്യം, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. പിന്നെ അത് തന്നെയല്ല, അവന്റെ വചനം നമ്മില്ല എന്ന് നമുക്ക് കാണുവാൻ ചെയ്യുന്നു. അപ്പൊ പാപത്തെ നിഷേധിക്കുന്നതിനാൽ ഉളവാകുന്ന 4 ദോഷകാര്യങ്ങളെക്കുറിച്ചും ഈ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നൊന്നും പഠിച്ചില്ലെങ്കിലും ഒരു കാര്യമുണ്ട്. 6-ാമത്തെ വാക്യം പറയും, അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നുമില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഹാല്യസ്തോത്രം, കർത്താവിന്റെ ഈ സന്നിധിയിലേക്ക് നാം കടന്നു വന്നിട്ട് നമ്മൾ വെളിച്ചത്തിലിരിക്കാതെ അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ കൂടെയാണോ നാം കടന്നു പോകുന്നത്? 2026 ആ പ്രാരംഭ ദിവസത്തിൽ തന്നെ നമ്മുടെ കർത്താവ് ഇടപെട്ടത്. അവൻ വെളിച്ചമാകുന്നു, അവൻ ഇരുട്ടൊട്ടുമില്ല.
അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അവനോട് അവൻ വെളിച്ചത്തിരിക്കുന്ന പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നു ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടായ്മയുണ്ട്. ക്രിസ്ത്യാനി എന്ന് പേരുണ്ടായിട്ടല്ല. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാമും വെളിച്ചത്തിൽ നടക്കുവാൻ ഒരു ഒരു പ്രയത്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് നമ്മളെ, പരിശുദ്ധാത്മാവ് നമ്മളെ അതിനെ സഹായിക്കും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു, നമ്മെ ഹല്യസ്വത്തം 4 കാര്യം, പാപത്തെ നിഷേധിക്കുന്നതിനാൽ ഉളവാകുന്ന 4 കാര്യം. 1, നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. 2, സത്യം നമ്മിൽ ഇല്ലാതെ പോകുന്നു. 3, യേശുവിനെ അസത്യവാദിയാക്കുന്നു. 4-ാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് അന്യോന്യം സ്നേഹിച്ച്, ഹല്യസ്തോത്രം, അന്യോന്യം താഴ്മപ്പെട്ട്, അന്യോന്യം കീഴ്പ്പെട്ട് നാം മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പഠിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു കാര്യം നമ്മൾ പറയുക, ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം ധന്യമാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം.